നിങ്ങൾ എപ്പോഴെങ്കിലും കുമ്പളങ്ങിയിൽ വന്നിട്ടുണ്ടോ? എറണാകുളം ജില്ലയിൽ തന്നെ ഒരു അറ്റത്തുള്ള ഒരു ഗ്രാമമാണ് കുമ്പളങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മാതൃകാ ടൂറിസം ഗ്രാമമാണിത്. എല്ലാ വശങ്ങളിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ ഫിഷിംഗ് ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കുമ്പളങ്ങി തന്നെ അധികം ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു കയാക്കിംഗ് ആണ്. നോർമലി എല്ലാവരും ചെയ്യുന്ന കയാക്കിംഗ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പാഡിൽ വന്നിട്ട് ഒരു സമയം നിശ്ചയിക്കും, എന്നിട്ട് നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ റൗണ്ട് അടിച്ച് തിരിച്ചു വരാം. പക്ഷേ ഈ ഒരു കയാക്കിംഗ് അങ്ങനെയല്ല. നമ്മളെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൊണ്ടുപോയതിന് ശേഷമാണ് പിന്നീട് കയാക്കിംഗ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കുമ്പളങ്ങിയിൽ നിന്ന് കണ്ണമാലി പോകുന്ന വഴിക്കുള്ള ചാലിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ കയാക്കിംഗ് ഉള്ളത്. ഞാൻ കുറച്ച് നാൾ മുന്നേ കവറിൻ്റെ സമയത്ത് ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കവറിൻ്റെ കയാക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിന്ന് പോകാനുള്ള കയാക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു 4 കിലോമീറ്റർ വെള്ളത്തിൽ കൂടി പോയിട്ട് വേണം പിന്നീട് കയാക്ക് ചെയ്യാൻ വേണ്ടി. 4 കിലോമീറ്ററോളം കയാക്ക് തുഴഞ്ഞു പോകാന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോട്ടോർ പിടിപ്പിച്ച വഞ്ചിയുടെ പുറകിൽ കെട്ടിവെച്ചാണ് പോകുന്നത്. അവിടെ ബാക്കി കയാക്കൊക്കെ വഞ്ചിയിൽ കെട്ടുന്ന സമയം കൊണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു റൈഡിന് വേണ്ടി ഇറങ്ങി. ശരിക്കും നമ്മൾ ഇതുപോലത്തെ കയാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അധികം ആരും കാണാത്ത വിഷ്വൽസൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വിഷ്വൽസ് ഈ സ്ഥലങ്ങളും എല്ലാം ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതൊരു പുതിയ സ്റ്റാർട്ടപ്പാണ്. ഈ ഒരു കയാക്കിംഗ് ഇവർ ഇന്നാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. നമ്മളിതുപോലെ മോട്ടോർ വെച്ച വഞ്ചിയുടെ പുറകിൽ കൂട്ടം കൂട്ടമായിട്ട് കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഏകദേശം 4ഓളം കയാക്ക് ഇന്നുണ്ട്. ഈ പോകുന്ന പോക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ സ്ലോയിലാണ് കയാക്ക് റൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കയാക്കിലിരിക്കുന്നു, മോട്ടോർ പിടിപ്പിച്ച വഞ്ചി ആയതുകൊണ്ട് തന്നെ നല്ല അതിവേഗത്തിലാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള കയാക്കിങ്ങിൽ നിന്ന് ഇത് നല്ല രീതിക്ക് വ്യത്യസ്തമാണ്. നിങ്ങൾ കുമ്പളങ്ങിയിൽ വരുവാണെങ്കിൽ ഇനി തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. നമ്മളിത് ചൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളെല്ലായിടത്തും കൊണ്ടുപോകും. നമ്മളിവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം സ്ഥലങ്ങൾ നമുക്ക് ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. പലതവണ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കയാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. നമ്മളിവിടെ കയാക്ക് ചെയ്ത് പോകുന്നത് 2 കണ്ടൽക്കാടിലേക്കാണ്. അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ കൊല്ലം സാമ്പ്രാണിക്കോടിയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ നടുക്ക് ഇറങ്ങാൻ സാധിക്കും. എന്നാൽ അതേപോലത്തെ ഒരു സ്ഥലം ഇവിടെ കുമ്പളങ്ങിയിലും ഉണ്ട്. ശരിക്കും ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് കുമ്പളങ്ങിയിൽ നിന്ന് ശരിക്കും പള്ളുരുത്തി സൈഡിലുള്ള കളത്തറയിലേക്ക് പോകുന്നതിൻ്റെ നടുക്കായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അതായത് വെള്ളത്തിൻ്റെ നടുക്ക്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കുമ്പളങ്ങി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ കുമ്പളങ്ങി എന്ന് പറയാം. നിങ്ങൾ പോകുന്ന വഴിക്ക് ധാരാളം ഇതേപോലത്തെ അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവർ ഗോപ്രോയിലൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് തരും. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇതുപോലെ നമ്മൾ പോകേണ്ടി വരും. അപ്പം നമുക്ക് ഗ്രാമത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മെയിൻ റോഡ് വഴിയൊക്കെ പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ കയാക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതൊക്കെ കാണാം. മെയിനായിട്ട് ഇതിൽ 2 ലൊക്കേഷനാണുള്ളത്. ഒരെണ്ണം ഇതുപോലത്തെ ഒരു വലിയൊരു കണ്ടൽക്കാടും ഉണ്ട്, പിന്നെ ഈ ഒരു ചെറിയ കണ്ടൽക്കാടും ഉണ്ട്. ഈ കണ്ടൽക്കാടിൻ്റെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ എല്ലാ കയാക്കും കെട്ടയച്ച് വിട്ട് ഫ്രീ ആക്കി. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് തുഴഞ്ഞു നടക്കാം. ശരിക്കും ഈ ഒരു സ്ഥലം ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു കണ്ടൽക്കാട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇവിടെ ഇതുപോലെ ഇറങ്ങാമെന്നൊക്കെ ആദ്യത്തെ ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ചുറ്റിനും മുഴുവനായിട്ട് മണ്ണാണ്. അതുകൊണ്ട് തന്നെ മുട്ടുവരെ മാത്രമേ വെള്ളമുള്ളൂ. ഇവിടെയൊക്കെ വന്ന് കുളിക്കണമെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് വെള്ളത്തിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ വലിയ മാലിന്യങ്ങളോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും ഈ കയാക്കിങ്ങിൻ്റെ ഒരു സമയം വരുന്നത് 3 തൊട്ട് 3.5 മണിക്കൂർ വരെയാണ്. അതിൻ്റെ അകത്തൊരു 3/4 മണിക്കൂറോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിങ്ങിൽ തന്നെ പോകും. പക്ഷേ അതൊരിക്കലും നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സൺസെറ്റിൻ്റെ കാഴ്ചകളും അതുപോലെ അടിപൊളി തന്നെയാണ്. അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിനി വലിയ കണ്ടൽക്കാടിലേക്കാണ് പോകുന്നത്. ഈ കണ്ടൽക്കാടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് വലിയ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലത്തെ വിഷ്വൽസൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നമ്മൾ കയാക്ക് ചെയ്യാൻ വരുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഊഞ്ഞാല് പോലത്തെ കാര്യങ്ങളൊക്കെ. അതും കൂടിയൊക്കെ വന്നാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇപ്പം തന്നെ അടിപൊളിയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ പക്ഷികളെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ കുറച്ചങ്ങോട്ട് മാറിയുള്ള ഒരു സ്ഥലമാണിത്. കണ്ടൽക്കാടുകളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും നമ്മുടെ ഈ ഗ്രാമം തന്നെയാണോ ഇതെന്ന് സംശയം തോന്നും. കാരണം ഇതിനകത്തേക്ക് കയറുമ്പോൾ നല്ല ഇരുട്ട് കൂടിക്കൂടി വരുവാണ്. പക്ഷെ അതനുസരിച്ച് വൈബും ഉണ്ട്. ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഇനി വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ധാരാളം ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള അവസരമുണ്ട്. അതേപോലെ ബേഡ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. കാരണം കരയിൽ നിന്ന് കാണാൻ പറ്റാത്ത പല പക്ഷികളെ നമുക്കിതുപോലെ കയാക്ക് ചെയ്ത് പോകുമ്പോൾ കണ്ടലിലിടക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ ആൾക്കാർ വെള്ളത്തിൽ മാലിന്യം തള്ളിയതൊക്കെ ഇവിടെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ട്. അതടുത്ത ഏറ്റം വരുമ്പോൾ ഇതേപോലെ ഇറങ്ങി അങ്ങ് പൊക്കോളും.
പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഞാനിതിൻ്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ധാരാളം പേരാണ് ഈ ലൊക്കേഷൻ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ കുമ്പളങ്ങി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ കയാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫിഷിംഗ് ഒക്കെ കൂടുതലായിട്ട് അടുത്തറിയാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെമ്മീൻ കെട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിസിറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവരോട് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇവർ ഈ ഫിഷിങ്ങിന് കൊണ്ടുപോയും ചെമ്മീൻ കെട്ടൊക്കെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യിക്കും. കാരണം ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ചെമ്മീൻ കെട്ടുള്ളതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പോവാം. അവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മളിനി പോകുന്നത് ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെയാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ട്. നമുക്ക് അതുപോലെയൊക്കെ പോകാൻ നേരത്ത് കുറേ കൂടിയൊക്കെ ഇത് അടുത്തറിയാൻ പറ്റും. പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഇതുപോലെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലത്തെ നല്ല നല്ല എക്സ്പീരിയൻസ് ധാരാളമുണ്ട്. ചൂണ്ട പിടിക്കുന്ന ആൾക്കാരും ധാരാളം ഇവിടെ ഉണ്ടാവും. ഈ കണ്ടൽക്കാടിൻ്റെയൊക്കെ അവിടെ കരിമീനൊക്കെ ധാരാളം ഉണ്ടാവും, അനക്കമൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ. പിന്നെ മെയിനായിട്ടുള്ള കാര്യമാണ് കൊച്ചിയിൽ വരുമ്പോൾ ഇതേപോലത്തെ കമ്പവലകൾ, ചീനവലകളെന്നും പറയും. നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർ കമ്പവലകളെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം നമ്മുടെ കയാക്കിംഗ് ഒക്കെ തീർന്ന് സൺസെറ്റിൻ്റെ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ നേരം തുഴഞ്ഞു കിടന്ന് ടയേർഡായതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ ഇതേപോലെ വഞ്ചിയിൽ കെട്ടിവെച്ചാണ് കൊണ്ടുപോകുന്നത്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. ഈ സൂര്യപ്രകാശം ഇങ്ങനെ വെള്ളത്തിലടിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇപ്പോൾ ശരിക്കും ഗോൾഡൻ കളറായിട്ടുണ്ട്. നിങ്ങളിനി കുമ്പളങ്ങി കണ്ടക്കടവ് സൈഡിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കയാക്കിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവരുടെ കോൺടാക്റ്റ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ വന്ന വഴി തന്നെയല്ല തിരിച്ചു പോകുന്നത്, കുറച്ച് അപ്പുറത്തേക്ക് മാറിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എതിർവശത്തെ കാഴ്ചകളും അടുത്ത് ഇതേപോലെ കാണാൻ പറ്റും. ശരിക്കും ഈ സൺസെറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ ഇതുപോലെ വെള്ളത്തിൻ്റെ നടുക്കിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം നോക്കത്താ ദൂരത്തോളം ചുറ്റിനും വെള്ളമാണ്. അതിനെ നടുക്കി ഈ സൂര്യപ്രകാശം ഇങ്ങനെ വന്ന് അടിക്കുന്നത് ഭയങ്കര ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. ശരിക്കും ഒരു സൺസെറ്റ് കയാക്കിംഗ് ചെയ്തിട്ട് ഞാൻ ഇത്രയും സാറ്റിസ്ഫൈഡ് ആവുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ വീഡിയോസിലൂടെ ഇതേപോലെ ധാരാളം കമ്പവലകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് ഇതുപോലെ കയാക്കിങ്ങിനൊക്കെ പോകുമ്പോഴാണ്. വൈകുന്നേരങ്ങളായതുകൊണ്ട് തന്നെ കമ്പവല വലിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കരയെന്ന് വഞ്ചി കയറി തുഴഞ്ഞാണ് ഇവർ കമ്പവലയിലേക്ക് എത്തുന്നത്. കാരണം ഈ വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ കമ്പവല വെച്ചിട്ടുള്ളത്. നല്ല ആഴം കൂടിയ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രോൺ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടും. നമ്മൾ കരയിൽ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി അടുത്ത് നല്ല ഭംഗിയിൽ ഇത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മീനൊക്കെ മേടിക്കണമെന്നാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് കിട്ടും. പൊക്കാലോ കയാക്കിംഗ് ക്ലബ്ബ് എന്നാണ് ഈ കയാക്കിങ്ങിൻ്റെ പേര്. നമ്പർ എന്തായാലും ഞാൻ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.